നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇവ പ്രയാണത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുത്തൻ യാത്രാനുഭവമായി നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കടൽക്കാറ്റിൽ കൊളോണിയൽ കഥകൾ മന്ത്രിക്കുന്ന ഒരു നഗരമുണ്ട്, പുതുച്ചേരി. ഫ്രഞ്ച് നിർമ്മാണ ചാതുരിയിൽ തമിഴ് സംസ്കാരവും ഇഴചേർന്ന ഈ നഗരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ഇന്ത്യയിലെ മിനി ഫ്രാൻസ് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഓരോ തെരുവുകൾക്കും കല്ലുകൾക്കും പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ബംഗാൾ ഉൾക്കടലിൻ്റെ തിരമാലകളെ സാക്ഷി നിർത്തി ചരിത്രപ്രസിദ്ധമായ ഫ്രഞ്ച് ക്വാർട്ടറിൽ, അതായത് വൈറ്റ് ടൗണിൻ്റെ ഹൃദയഭാഗത്ത്, ചരിത്രത്തിൻ്റെ അടയാളമായി നിലനിൽക്കുന്ന ഒരു വിസ്മയമുണ്ട്, ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ഏഞ്ചൽസ്. ഫ്രഞ്ചുകാർ ഇതിനെ എഗ്ലിസ് ഡി നോട്ടർഡാം ഡസ് ആഞ്ചസ് എന്നും പ്രാദേശികമായി കാപ്സ് കോവിൽ എന്നും വിളിക്കുന്നു. വെറുമൊരു ആരാധനാലയമല്ല ഇത്. 3 നൂറ്റാണ്ടുകളിലെ യുദ്ധങ്ങളെയും അതിജീവനത്തെയും സാക്ഷ്യം വഹിച്ച ഒരു ചരിത്ര സ്മാരകമാണിത്. വൈറ്റ് ടൗണിലെ ഡ്യൂമാസ് സ്ട്രീറ്റിൽ കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഈ പള്ളി അതിൻ്റെ തനതായ ഫ്രഞ്ച് വാസ്തുവിദ്യ കൊണ്ടും ശാന്തമായ അന്തരീക്ഷം കൊണ്ടും സഞ്ചാരികളെ ആകർഷിക്കുന്നു. റൂ ഡുമാസ്, റൂ സർക്കൂഫ്, റൂ റുമൈൻ റോളണ്ട് എന്നീ 3 പ്രധാന തെരുവുകൾക്കിടയിലാണ് ഈ പ്രദേശം മനോഹരമായി നിലകൊള്ളുന്നത്. ഫ്രഞ്ച് ഗവർണറായിരുന്ന ബെനോയിറ്റ് ഡൂമാസിൻ്റെയും പ്രശസ്ത ഫ്രഞ്ച് നാവികനായ റോബർട്ട് സർക്കൂഫിൻ്റെയും സ്മരണകളോർക്കുന്ന ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പാരീസിലെ ഏതോ ഒരു പുരാതന വീഥിയിലൂടെ നടക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1707-ലാണ്. പോണ്ടിച്ചേരിയുടെ ആദ്യ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിൻ്റെ കാലശേഷം കപ്പൂച്ചിയൻ മിഷണറിമാരാണ് ഇവിടെ ആദ്യത്തെ കെട്ടിടം നിർമ്മിച്ചത്.
എന്നാൽ കാലത്തെ അതിജീവിക്കാൻ ആ ഘടനയ്ക്ക് കഴിഞ്ഞില്ല. തുടർന്ന് 1739 1758 ഗവർണർമാരായ ചാൾസ് ഡ്യൂമാസിന്റെയും ഡ്യൂപ്ലിക്സിന്റെയും നേതൃത്വത്തിൽ രണ്ടാമതൊരു പള്ളി പണിയപ്പെട്ടു. പക്ഷേ ചരിത്രം അവിടെ നിന്നില്ല. 1761 ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അധിനിവേശത്തിൽ ഈ പള്ളി പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പോരാട്ടത്തിൽ നഗരം വെന്തുരുകിയ ആ കാലഘട്ടം പുതുച്ചേരിയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. 1765 മൂന്നാമതൊരു ശ്രമം നടന്നു. യുദ്ധങ്ങളും വിപ്ലവങ്ങളും കാരണം നിർമ്മാണം പൂർത്തിയാക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു. ഇന്നത്തെ പള്ളിയുടെ ഭാഗമായ ആ ചതുരാകൃതിയിലുള്ള മണിഗോപുരം അന്ന് നിർമ്മിക്കപ്പെട്ടതാണ്. ഒടുവിൽ 1851 നെപ്പോളിയൻ മൂന്നാമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഇന്നത്തെ പള്ളിക്ക് തറക്കല്ലിട്ടത്. പ്രാദേശിക എഞ്ചിനീയറായ ലൂയിസ് ഗുറെ രൂപകൽപ്പന ചെയ്ത ഈ മനോഹരമായ ഗ്രീക്കോ റോമൻ മന്ദിരം 1855 പൂർത്തിയായി. പള്ളിയുടെ ചുവരുകൾക്ക് നൽകിയിരിക്കുന്ന ഇളം പിങ്ക് അഥവാ സാൽമൺ പിങ്ക് നിറം ഇതിനെ ഏറെ ആകർഷകമാക്കുന്നു. ഈ പള്ളിയെ പണ്ട് വൈറ്റ് ചാപ്പൽ എന്ന് വിളിച്ചിരുന്നതിന് പിന്നിൽ കൗതുകകരമായ ഒരു കാരണമുണ്ട്. അന്ന് സിമെന്റിന് പകരം ചുണ്ണാമ്പുകല്ലും മണലും മുട്ടത്തോടും ചേർത്ത സവിശേഷമായ ഒരു മിശ്രിതമാണ് ചുവരുകൾ മിനുക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് മാർബിളിന് സമാനമായ വെളുപ്പും തിളക്കവും പള്ളിക്ക് നൽകിയിരുന്നു. ഫ്രാൻസിലെ പ്രശസ്തമായ ലൂർദ് ബസലിക്കയുടെ മാതൃകയിലുള്ള 2 വലിയ ചതുര ഗോപുരങ്ങൾ പള്ളിക്ക് മുന്നിലായി കാണാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് അതിമനോഹരമായ ഒരു ശാന്തതയാണ്. അൾത്താരയ്ക്ക് മുകളിലായി സ്വർഗാരോഹിതയായ മാതാവിന്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്നു. താഴികക്കുടത്തിന് ചുറ്റുമുള്ള 8 ജനലുകളിലൂടെ പ്രകാശം ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ അവിടുത്തെ വർണ്ണാഭമായ സ്റ്റെയിൻഡ് ഗ്ലാസുകൾ ബൈബിൾ കഥകളെ നമ്മെ ഓർമ്മപ്പെടുത്തി തരും. സൂര്യപ്രകാശം ഈ ഗ്ലാസുകളിൽ തട്ടി ഉള്ളിലേക്ക് തീർക്കുന്ന വർണ്ണക്കാഴ്ച ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. ലാറ്റിൻ ക്രോസ് ആകൃതിയിൽ 55 മീറ്റർ നീളത്തിലും 35 മീറ്റർ വീതിയിലുമാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുവിദ്യയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു പാഠപുസ്തകം തന്നെയാണ്. ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന അയോണിക് തൂണുകളും മുകളിലെ ത്രികോണാകൃതിയിലുള്ള പെഡിമെന്റും ഈ നിർമ്മിതിക്ക് ഒരു പ്രത്യേക ഗാംഭീര്യം നൽകുന്നുണ്ട്. പഴമയുടെയും പ്രൗഢിയുടെയും ഒത്തുചേരൽ നമുക്കിവിടെ കാണാം. ലിൻഡിലിൽ ഭവനം എന്നർത്ഥം വരുന്ന ഡോമസ് ഡെയ് എന്നും തൂണുകൾക്ക് മുകളിലായി കാണുന്ന ഫ്രൈസിൽ മാലാഖമാരുടെ മാതാവിൻ്റെ സംരക്ഷണയിലുള്ള ദേവാലയം എന്നർത്ഥം വരുന്ന DOM സബ് ഇൻവൊക്കേഷൻ ഡൊമിനെ ആഞ്ചലോറം എന്നും കൊത്തിവച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് അതിമനോഹരമായ സഭാങ്കണമാണ്.
മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആ തുരങ്കാകൃതിയിലുള്ള മേൽക്കൂര ഈ ദേവാലയത്തിൻ്റെ ഒരു സവിശേഷമായ ഭംഗിയാണ് പകരുന്നത്. ഇവിടുത്തെ ഓരോ കലാരൂപവും ചരിത്രമാണ്. പാരീസിലെ ഒരു സ്റ്റുഡിയോയിൽ പ്ലാസ്റ്ററിൽ നിർമ്മിച്ച കുരിശിൻ്റെ വഴി ചിത്രീകരിക്കുന്ന 14 പാനലുകൾ വശങ്ങളിലെ ചുമരുകളിൽ കാണാം. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു ആകർഷണം ഇവിടുത്തെ നിറച്ചാർത്തുകൾ ചാർത്തിയ ചില്ല് ജാലകങ്ങളാണ്. ഈ സ്റ്റെയിൻഡ് ഗ്ലാസുകളിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം അൾത്താരയിൽ ഒരു വർണ്ണപ്രപഞ്ചം തന്നെയാണ് തീർക്കുന്നത്. പകൽ സമയങ്ങളിൽ ഈ വെളിച്ചം പള്ളിക്കുള്ളിൽ ഒരു ദിവ്യമായ അനുഭൂതിയാണ് പകരുന്നത്. വെളുത്ത മാർബിളിൽ നിർമ്മിച്ച അൾത്താരയിൽ അവസാനത്തെ അത്താഴത്തിൻ്റെ മനോഹരമായ ഒരു പിച്ചള കൊത്തുപണിയുമുണ്ട്. പുതുച്ചേരിയുടെ ബഹുസ്വരതയുടെ പ്രതീകമാണ് ഈ ദേവാലയം. തമിഴ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളായി ഇവിടെ കുർബാന നടക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു പള്ളിയിലും ഇത്രത്തോളം ഭാഷാപരമായ വൈവിധ്യം കാണാൻ കഴിയില്ല. ഇറ്റലിയിലെ അസീസിയിലുള്ള സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ബസിലിക്കയുടെ ചൈതന്യമാണ് ഈ പള്ളിക്ക് ആധാരം. ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ. ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മരിയൻ ഘോഷയാത്ര പുതുച്ചേരിയുടെ സാംസ്കാരിക ഒരുമയുടെ വിളംബരമാണ്. ഓഗസ്റ്റ് 15-ന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ വളരെ വിപുലമായി ഇവിടെ ആഘോഷിക്കുന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയി, ഭരണകൂടങ്ങൾ മാറിമറിഞ്ഞു, യുദ്ധങ്ങൾ ഈ നഗരത്തെ തകർത്തു. പക്ഷേ അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച് ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഇത് വെറുമൊരു കെട്ടിടമല്ല, വിശ്വാസത്തിൻ്റെ ദൃഢതയും കലയുടെ സൗന്ദര്യവും മനുഷ്യൻ്റെ അതിജീവനവും ഒന്നിക്കുന്ന പുണ്യഭൂമിയാണ്. പുതുച്ചേരിയുടെ തെരുവുകളിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ കടൽക്കാറ്റിനൊപ്പം പള്ളിമണികളുടെ നാദം കേൾക്കുകയാണെങ്കിൽ ഓർക്കുക, അത് 3 നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് നിങ്ങളോട് മന്ത്രിക്കുന്നത്. ഇവിടെ രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8 മണി വരെയുമാണ് സന്ദർശകർക്ക് പ്രവേശനം. നിങ്ങൾ പുതുച്ചേരിയിലെത്തുമ്പോൾ ഈ ചരിത്ര വിസ്മയം കാണുവാൻ മറക്കരുത്.
അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ചിലൂടെ നടത്തിയ ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ യാത്രകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു യാത്രയുടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.